ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. റാഗി വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ചില കുട്ടികൾക്കൊക്കെ റാഗി കുറുക്കി കൊടുത്താലൊന്നും ഇഷ്ടാവത്തില്ല. അവർക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ എന്തായാലും അവർ കഴിച്ചിരിക്കും. റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. റാഗി കൊണ്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 മണിക്കൂർ മുന്നേ തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റാഗി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. 3 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഞാനിപ്പോൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. റാഗി എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഈ ഒരു പലഹാരത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്കൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ഇതുപോലൊരു മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സിനെ ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ടാണ് ഞാനിതുപോലെ പിഴിഞ്ഞെടുക്കുന്നത്. കൈവച്ച് പിഴിഞ്ഞെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. റാഗിയുടെ പാല് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് അരിപ്പയിൽ ഒഴിച്ച് അരിച്ച് മാറ്റണം. ഇതിൻ്റെ പാലെടുത്തതിന് ശേഷം ആ ഒരു റാഗി മുഴുവനായിട്ടും വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ അരച്ചെടുക്കുകയാണ്. അങ്ങനെ അരച്ചെടുത്ത മിക്സ് വീണ്ടും ഞാൻ ഇതുപോലെ അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനും ഒഴിച്ചു കൊടുക്കാതെ പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇതിൻ്റെ പാല് മുഴുവനായിട്ടും കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒന്നുകൂടി അടിച്ചെടുത്തതിന് ശേഷം ഞാനിതുപോലെ അരിപ്പിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുകൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഫുൾ പാല് കിട്ടാൻ വേണ്ടിയിട്ട് സ്പാച്ച് മാറ്റി കൈ വെച്ചിട്ടാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാ മുഴുവൻ പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വലിയ അരിപ്പയിൽ അരിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒത്തിരി തരികളുണ്ടാവും. അപ്പോൾ അത് ചെറിയ ഹോളുള്ള അരിപ്പയിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് അരിച്ചൊഴിക്കാം. അങ്ങനെ ഞാനിതാ ചെറിയൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ തരി വന്ന് അടയുമ്പോൾ ഇതിൽ പോവത്തില്ല, ഈ ഒരു അരിപ്പ നിറയും. ആ ഒരു സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും ആ പാല് വീണ് കിട്ടും. പിന്നെ അത് നമുക്ക് എടുത്തു മാറ്റാം. വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതവിടെ കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവൻ പാലും അരിച്ചെടുക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരുപാടായിട്ട് അങ്ങ് തോന്നുന്നതാണ്. ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാ മുഴുവൻ പാലും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈ വിടരുത്. റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ കട്ടയായിട്ട് വരും. അത് കുഴപ്പമില്ല. കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പോൾ ഇതാ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചാലും പിന്നീട് അത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈവിടാതെ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കരയുടെ അളവ് 250 ml ശർക്കരയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാനിത് ഉരുക്കിയെടുത്തിട്ടുള്ളത്.
ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നല്ല കട്ടിയായിട്ടാണ് ശർക്കര ഉരുക്കിയതും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒപ്പം നന്നായിട്ട് ഇത് കുറുകി കിട്ടുകയും ചെയ്യും. ശർക്കര നന്നായിട്ട് ഇതിൽ യോജിച്ചതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം എന്ന് പറയുന്നത് പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ആ ഒരു പരുവാണ്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം കട്ടിയായിട്ടാണ് ഇത് ഇരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്പാച്ച് കൊണ്ട് ഇതുപോലെ കോരി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയായി കിട്ടേണ്ടത്. ഇത്രയും മതി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത്, അപ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് പോവും. ഇത് ചൂടോടെ തന്നെ കോരി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ ആകൃതിയിലൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൗൾഡിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇത് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്പാച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മൗൾഡിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നൊന്നുമില്ല. അതുപോലെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും തന്നെ വെക്കണമെന്നില്ല. സാധാരണ നമ്മൾ പുറത്ത് തന്നെ എടുത്തു വെച്ചിരുന്നാൽ മതി. ഒരു 30 മിനിറ്റ് നേരം തന്നെ മതിയാവും. ഇതുപോലെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു പലഹാരമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. എന്തായാലും ഒരു തവണ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.